നിതിൻ, അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മാത്രമല്ല, പ്രതിഷേധക്കാരെയൊക്കെ ഇതിനോടകം തന്നെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയും ആ വഴി ക്ലിയർ ആക്കുകയും ചെയ്യുന്നുണ്ട്. ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് അവിടെ കാവൽ നിൽക്കുന്നത് കാണാനും കഴിയുന്നുണ്ട്. ഇന്ന് തന്നെ ഒരു അടിയന്തരവാദം കേൾക്കണം എന്നൊരു അപേക്ഷ സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ പറയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, എന്തായാലും അടിയന്തരമായി തന്നെ ഇതിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആം ആദ്മി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചില നിയമസംഘമെല്ലാം തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിലെ നീങ്ങിയതായും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി. എന്തായാലും നേരത്തെ ഗോപി സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ നിരവധി പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ അടക്കം പ്രതിഷേധവുമായി ഇപ്പോൾ പല പ്രവർത്തകരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഏറെക്കുറെ പ്രവർത്തകരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കൂടുതൽ പ്രവർത്തകർ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കണക്കാക്കി കൂടുതൽ പോലീസിനടക്കം ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം പോലീസ് കൂടാതെ കേന്ദ്രസേനയടക്കം ഇപ്പോൾ പ്രവർത്തകരെ നേരിടാൻ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ED ഓഫീസിൽ തന്നെ കഴിയാനാണ് സാധ്യത. അതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് നാളെ കടക്കുകയുള്ളൂ എന്നും അറിയുന്നുണ്ട്. എന്തായാലും അതിലടക്കം ഒരു തീരുമാനം വൈകാതെ തന്നെ ലഭിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 200 മീറ്റർ അകലെ മാത്രമേ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ. അവിടെയെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. മന്ത്രിമാരെ പോലും നേരത്തെ കടത്തിവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അതിലടക്കം വലിയ പ്രതിഷേധം നേരത്തെ അതിഷയും സൗരഭ് ഭരദ്വാജും എല്ലാം തന്നെ ഉയർത്തിയിരുന്നു. എന്തായാലും ആ ഒരു പ്രതിഷേധത്തിന് പിന്നാലെ അറസ്റ്റിലായതിനു ശേഷം വലിയ നാടകീയ സംഭവം രംഗമായിരുന്നു ഇവിടെ ഉണ്ടായത്. പ്രവർത്തകരെല്ലാം തന്നെ നേരെ ഡൽഹിയിലെ പ്രധാന പാതകളിലേക്ക് ഇറങ്ങി റോഡ് പൂർണ്ണമായും ഉപരോധിച്ചു. അവരെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ ബൽറാം സൂചിപ്പിച്ച പോലെ തന്നെ പല പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ചില പ്രവർത്തകരെ ഡൽഹിയിലെ വിവിധ അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തകരെല്ലാം തന്നെ പല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രതിഷേധം പരമാവധി അടിച്ചമർത്താനുള്ള നീക്കം തന്നെയാണ് പോലീസ് നടക്കുന്നത്. കാരണം ഈ രാത്രിയിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്ന ഒരു സാഹചര്യമാകും. പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയാൽ നമുക്കറിയാം, നേരത്തെ ഡൽഹി പോലീസിന്റെ EDയുടെ ഭാഗത്തും ചില അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ വന്ന ഘട്ടത്തിലടക്കം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹി വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രധാനപ്പെട്ട പാതകളടക്കം ഉപരോധിച്ചായിരുന്നു അന്ന് പകൽ ഒരു ദിവസം നീണ്ട ഒരു പ്രതിഷേധം അരങ്ങേറുന്നത്. അതിനുശേഷമാണ് പിന്നീട് ED വ്യക്തമാക്കിയത് അറസ്റ്റ് അടക്കമുള്ള നടപടിയിൽ കടക്കില്ല എന്ന്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. രാത്രി വൈകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് പോലീസ് ED സംഘം വരുന്നു. അതിനുശേഷം കൂടുതൽ പോലീസ് സേന ഇവിടെ വരുന്നു. കൂടാതെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ED സംഘം കടന്നിട്ടുണ്ട്. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് വൈദ്യപരിശോധന അടക്കമുള്ള നടപടിയാണ്. അതൊരു പക്ഷേ നാളെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിലുള്ള ഒരു തീരുമാനം വൈകാതെ നമുക്ക് ലഭ്യമാകും. നിലവിൽ ഇപ്പോൾ ED സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിനകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ നിലയിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പുറത്തേക്ക് കൊണ്ടുവരിക, പിന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുക, പിന്നെ EDയുടെ കസ്റ്റഡിയിൽ നിർത്തുക എന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഈ വിചാരണ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഈ അടിയന്തരവാദം കേൾക്കണമെന്നൊക്കെ ഉള്ള ആവശ്യങ്ങൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനുള്ള സാഹചര്യമേ നിലനിൽക്കുന്നുള്ളൂ നമുക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ വിവരം അനുസരിച്ച്. അങ്ങനെ തന്നെയാണ് ഗോപി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ അടിയന്തരമായി വാദം കേൾക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം നാളെ രാവിലെ പരിഗണിക്കാമെന്നായിരുന്നു അറിയിച്ചത്. പിന്നീട് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വീണ്ടും ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നിയമസംഘമെല്ലാം തന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. വൈകാതെ തന്നെ അതിന്റെ നടപടികൾ ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും എന്ത് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് വൈകാതെ മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഇനി EDയുടെ നടപടിയാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ ED ഇന്ന് തന്നെ വൈദ്യപരിശോധന അടക്കമുള്ള മറ്റ് നടപടികൾ കടക്കുമോ, അതല്ല നാളെ മാത്രമേ ആ ഒരു നടപടിയിലേക്ക് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വൈകാതെ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. എന്തായാലും ED സംഘം അല്പസമയത്തിനകം ഈ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ പിൻവശത്ത് വഴിയുള്ള ഗേറ്റ് വഴിയാകാം ED സംഘം കൊണ്ടുപോകാൻ സാധ്യത. കാരണം ഇവിടെ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടത്തേക്കാൾ കൂടുതൽ പ്രതിഷേധം പ്രവർത്തകരുടെ തടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് വഴികൾ കൂടെ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് സംഘം നോക്കുന്നത്. എന്തായാലും മുൻവശത്തും പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
കൊണ്ടും കേന്ദ്രസേനയടക്കം വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സുരക്ഷാ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ അറസ്റ്റിന് പിന്നാലെ പ്രവർത്തകർ ഡൽഹിയിലെ പ്രധാന പാതകൾ ഉപരോധിച്ചിരുന്നു. ആ ഉപരോധിച്ച ഘട്ടത്തിൽ കൂടുതൽ പ്രവർത്തകരെല്ലാം തന്നെ പലയിടങ്ങളിൽ നിന്ന്, നമുക്കറിയാം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ പലയിടങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ അടക്കം കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 5 ബസ്സുകളിലായി പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. പല സ്റ്റേഷനുകളായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കൂടുതൽ കേന്ദ്ര സേനകളെ അടക്കം വിന്യസിച്ചുകൊണ്ടാണ് ഈ സുരക്ഷാ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ വൈകാതെ തന്നെ കെജ്രിവാളിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകും. അതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തും സ്വീകരിച്ചു വരുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കേന്ദ്രസേനയടക്കം വിന്യസിച്ചുള്ള സുരക്ഷാ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇഡിയുടെ അടുത്ത നടപടി എന്നൊരു ചോദ്യമാണ്. വൈകാതെ തന്നെ നമുക്കതൊരു ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപി.